ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു ഫുഡ് റെസിപ്പി വ്ളോഗിലോട്ടേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു വെറൈറ്റി എന്നൊന്നും നമ്മൾക്ക് പറയാനില്ല, പക്ഷെ ഒരു ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പിയായ റസ്മലായിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഇതൊരു ഈസി വേർഷനാണ്. നമ്മൾ മറ്റേ പാലിൻ്റെ പാടൊന്നും എടുത്ത് ചെയ്യുന്നതല്ല. അപ്പം നമ്മൾക്ക് നമ്മുടെ ഈ ഈസി ആയിട്ടുള്ള ഈ റസ്മലായി റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതും ഇതിൻ്റെ ഒരു അതായത് ഈ 1/2 ലിറ്ററും പിന്നെ ഒരു 3/4 ലിറ്റർ പാല് വേണ്ടി വരും. പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് നമ്മുടെ ഗീ, പിന്നെ ഇത് എന്ന് വെച്ചാൽ 1 കപ്പ്. ഈ കപ്പിൻ്റെ അളവിലാണ് ഞങ്ങൾ 1 കപ്പ് എടുക്കുന്നത്. പിന്നെ നന്നായിട്ട് നമുക്ക് വരണമെങ്കിൽ നിഡോയുടെ തന്നെ പൗഡർ യൂസ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് വരാം. പിന്നെ 1 മുട്ട, ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ അതുപോലെ തന്നെ പാലിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കയും, പിന്നെ അതിന് വേണ്ടിയിട്ടാണ് പിസ്താഷ്യൂ. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പാല് തിള വരാൻ വേണ്ടിയിട്ട് വെക്കണം. ആ സമയം പാലും പഞ്ചസാരയും ഏലക്കയും കൂടി നമുക്ക് തിള വരാൻ വെക്കണം. അതേ സമയത്ത് നമുക്ക് ഇതിൻ്റെ ബോൾസ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് പാല് തിളക്കാൻ വേണ്ടിയിട്ട് പാല് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ കാടമും ഞാൻ പൊട്ടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കുരു മാത്രം, ആ ഉള്ളിലത്തെ ആ കുരു മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാൻ വിട്ടുപോയി, ഈ റെസിപ്പി എനിക്ക് എൻ്റെ ഉമ്മ പഠിപ്പിച്ച് തരാണ് കേട്ടോ. അതായത് എൻ്റെ ഹസ്ബൻഡ് തൃശ്ശൂരിലെ ഉമ്മയാണ് ഇത് കാണിച്ചു തരുന്നുള്ളത്. പിന്നെ ഇതിലോട്ടേക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര നമ്മൾ ആവശ്യാനുസരണം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അടുപ്പത്ത് ഇത് ഒരു ലോ ഫ്ലെയിം, മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് തിള വരാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല പോലെ തിളപ്പിക്കണം. ആ സമയത്ത് നമ്മൾക്ക് ബോൾസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നീഡോ പൗഡർ എടുത്തിട്ടുണ്ട്. ആ നീഡോ പൗഡറിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഈ ബേക്കിംഗ് പൗഡറും പാൽ പൊടിയും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ടേക്ക് 1/2 ടീസ്പൂണ് നമ്മുടെ ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇനി ഗീയും കൂടി ഒന്ന് ഈ മിക്സ്ചറിലേക്ക് നല്ലപോലെ മിക്സായി വരണം കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്ന് ഒരു ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നമ്മളില്ലെങ്കിൽ മറ്റ് റസ്മലായി ഉണ്ടാക്കാൻ നല്ല പാടാണ്. അപ്പം അതിലോട്ടേക്ക് ഞാനൊരു മുട്ടയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മുട്ട നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോഴാണ് നമ്മൾ ആ കറക്റ്റ് ആ ഒരു ഡോ ഉണ്ടാക്കുന്ന ഇതാണ്. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഡോ ചെയ്ത് കൊടുക്കാം. അപ്പം എന്താ പറയുക, ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ. കുറച്ച് സ്റ്റിക്കി ആവുന്നുണ്ട്, കുറച്ച് പൊടി മുട്ട മുട്ടയുടെ വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് പൊടിയും കൂടി സ്പൂണും കൂടെ ഇട്ടിട്ട് അത് വെച്ച് നല്ല ഹാർഡ് ഇതാവരുത് കേട്ടോ. നമ്മൾ കൈ മുട്ടണമെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ 1 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾക്ക് ഓരോന്നായി ഉരുളകളാക്കിയിട്ട് വെക്കാം കേട്ടോ. ഡോ ടൈറ്റ് ആയാലേ നമ്മൾ ഇങ്ങനെ ഉണ്ട പിടിക്കുമ്പോൾ ഇങ്ങനെ അപ്പോൾ അതുപോലെ നല്ല ടൈറ്റായിട്ട് നമ്മൾ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ ബോൾസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാല് എന്താ പറയുക, ഫസ്റ്റത്തെ ഒരു തിളയൊക്കെ വന്നു. അതിനെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു നന്നായി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ.
ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന 3/4 ലിറ്റർ പാലായിരുന്നു. അതൊരു എന്താ പറയുക, അത് ഫുള്ളായിട്ടാകുമ്പോഴേക്കും 1/2 ലിറ്റർ പാലേ ആവുന്നുണ്ടാവുള്ളൂ. അപ്പം നല്ലോണം ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബോൾസ് ഒന്ന് വേഗം ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും അത് ഒരു തിള വരുന്നത് വരെ 1-2 തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. അടുപ്പത്ത് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ വീണ്ടും വേവിച്ചെടുക്കാം. കാരണം നമ്മുടെ ബോൾസ് നല്ല പോലെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒന്ന് മൂടി വെക്കാണ്. അപ്പം കണ്ടില്ലേ, തിളച്ച് ബോൾസൊക്കെ ഡബിൾ സൈസ് ആവുന്നുണ്ട്. അപ്പം ഇത് ഡബിൾ സൈസ് ആവുന്നത് വരെയും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുക. അതിലേക്ക് ഇനി നമുക്ക് തീ കുറച്ച് നമ്മളുടെ പിസ്ത കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് കുറച്ച് ഗാർണിഷിനും കൂടി വെക്കാവുന്നതാണ്. അപ്പം നമ്മളെ രസ്മലായി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം കൂൾ ഡൗൺ ആയിട്ടുള്ള രസ്മലായാണിത്. നല്ല ഒരു ഷേപ്പ് വന്ന് അതുപോലെ തന്നെ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിലേക്ക് എത്തിയിട്ടുണ്ട്. ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഒറിജിനൽ രസ്മലായി പോലെ തന്നെ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഹാപ്പിനെസ് പ്രൊജക്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാണ്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എനിക്ക് ഇൻസ്റ്റ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റായി അറിയിക്കാം. മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നഷ്വാന. ടേക്ക് കെയർ. സൈനിങ് ഓഫ്. ബൈ.